ഹലോ, ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ചെറിയൊരു വയറിംഗ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങളാണ് ആദ്യം പരിചയപ്പെടുത്തി തരുന്നത്. ആവശ്യമായിട്ടുള്ള 2 സ്വിച്ചുകളാണ്. ഇത് ഞാൻ പവർ സ്വിച്ചാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ അത് ഈ സാധാ സ്വിച്ചിൻ്റെ കയ്യിൽ ഒന്നുള്ളൂ. അതാണ് പവർ സ്വിച്ച് എടുത്തിട്ടുള്ളത്. അത് വിഷയമാക്കണ്ട. നമ്മൾ ഓൺ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ടാണിത്. ഓരോ സാധനത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെ ഓൺ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 2 സ്വിച്ച് എടുത്തിട്ടുണ്ട്. ഇതൊരു ജംഗ്ഷൻ ബോക്സ് ആണ്. ഇതിലൂടെ മെയിൻ വയർ ഇതിലൂടെ വരും. ഇവിടേക്ക് ഒരു ഫാനോ അല്ലെങ്കിൽ ഒരു ബൾബ്, അങ്ങനെ 2 രീതിയിൽ ഏത് സൈഡിൽ കൊടുക്കാൻ കുഴപ്പമില്ല. നമ്മുടെ റൂമിനനുസരിച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ജംഗ്ഷൻ ബോക്സ് ആണ്. പിന്നെ നമ്മൾ LED ബൾബാണ് എടുത്തിട്ടുള്ളത്. LED ബൾബ്. അടുത്തതായിട്ട് നമ്മൾ ഒരു ഫാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കളിപ്പാട്ടത്തിലേക്ക് ഉപയോഗിക്കുന്ന വലിയ മോട്ടറാണ്. അത് ഞാൻ ഈ പാത്രത്തിൽ ഡിസൈൻ ചെയ്ത് വെച്ചതാണ്. ഫാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് പാത്രം കട്ട് ചെയ്തിട്ട് വെച്ചതാണ്. അതാണ് എങ്ങനെ കാണിക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്, എല്ലാവർക്കും ചെയ്യാൻ കഴിയും. അടുത്തതായി ഇത് സ്വിച്ച് പിടിപ്പിക്കാനുള്ള ബോക്സാണ്. ഈ ബോക്സിലാണ് നമ്മൾ സ്വിച്ച് പിടിപ്പിക്കുക. ഈ ഒരു ബോക്സിൽ സ്വിച്ച് പിടിപ്പിക്കും. അതിൻ്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യുക, സ്വിച്ച് നല്ല ഡിസൈനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഫ്രണ്ടിൽ കൊടുക്കുന്നതാണ്. അടുത്തതായി ഒരു ടൂള് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലെല്ലാ തരം ടൂളുകളും കിട്ടും. കാരണം നമുക്ക് സ്വിച്ചിൻ്റെ അവിടെയൊക്കെ ചിലപ്പോൾ സ്ക്രൂകളൊക്കെ അഴിക്കാനുണ്ടാകും. അപ്പോൾ അതിന് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നോക്കിയാൽ അറിയാം, നമുക്ക് എല്ലാ തരം ടൂൾ ഇതിൽ അവൈലബിൾ ആണ്. സ്റ്റാർ, മൈനസ്, അങ്ങനെ എല്ലാതും ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ ഇതിൽ കൊണ്ട് നമുക്ക് കഴിക്കാൻ കഴിയും. പിന്നെ ഇതിന് പറയുന്ന ഈ ടൂളിൻ്റെ പേരാണ് വയർ സ്ലിപ്പർ എന്ന് പറഞ്ഞാൽ, നമ്മൾ വയറൊക്കെ നല്ല രീതിയിൽ കൂടുതൽ നമുക്ക് വേസ്റ്റ് വരാതെ കട്ട് ചെയ്യുന്ന ഒരു ടൂളാണിത്. ഇതുകൊണ്ടല്ല സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വയർ സ്ലിപ്പർ എന്നാണ് പറയുക ഇതിന്. അടുത്തതായി നമ്മളിവിടെ വയർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്കും യെല്ലോയുമാണ്. 2 തരം വയർ എടുത്തിട്ടുള്ളൂ. അതിൽ ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഗ്രീൻ അധികം നമ്മൾ എർത്തിലാണ് കൊടുക്കാറുള്ളത്. പക്ഷേ ഇതിൻ്റെ എർത്തിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. നമ്മൾ ചെറിയൊരു വയറിംഗ് ആണ്. നമ്മളതുപോലെ ബാറ്ററി യൂസ് ചെയ്തിട്ടാണ് വയറിങ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ കറണ്ടിന് തന്നെയാണ് ഉപയോഗിക്കുക. പക്ഷേ എന്നിരുന്നാലും അത് ബാറ്ററി 12 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും കറണ്ട് ഉപയോഗിച്ച് ചെയ്യരുത്. കുട്ടികളൊന്നും ചെയ്യരുത്. കാരണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാറ്ററി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഒരു ബോക്സ് ഞാൻ കാണിക്കുന്നത് മറ്റൊന്നല്ല, ഇതിൻ്റെ പേരാണ്, കുറേ ആളുകൾക്ക് അറിയുന്നുണ്ടാവും, കുറേ ആളുകൾക്ക് അറിയാത്തവരുണ്ടാവും. എലിമിനേറ്റർ എന്നാണ് പറയുക. എലിമിനേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബോക്സ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇതിലേക്ക് കറണ്ടാണ് വരിക. അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ കാണിക്കുന്നുണ്ട് ഇൻപുട്ട് എ സി വോൾട്ട്. നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്നത് AC ആണ്. അപ്പോൾ 117 വോൾട്ട് മുതൽ 220 വോൾട്ട് വരെ ഇത് ഇൻപുട്ട് എടുക്കും. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് എടുക്കും. അത് പുറത്തേക്ക് വിടുന്ന ഔട്ട്പുട്ട് DC ആണ്. ശ്രദ്ധിക്കണം, DC ആണ് ഡയറക്റ്റ് കറണ്ട്. 12 വോൾട്ടാണ് പുറത്തേക്ക് വിടുക. അപ്പം നമുക്ക് അപകടങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു ഗുണം അതാണ്, അപകടങ്ങൾ ഉണ്ടാവില്ല. കാരണം നമുക്ക് ബാറ്ററിയിൽ കിട്ടുന്ന കറണ്ടാണ് ഇതിലേക്ക് പുറത്തേക്ക് ഔട്ട്പുട്ടായിട്ട് തരുന്നത്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് തരുന്നത്. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് പോസിറ്റീവ്, റെഡ് ടെർമിനൽ പ്ലസ് ഇട്ടിട്ടുണ്ട് പോസിറ്റീവ്. അതുപോലെ ബ്ലാക്ക് ടെർമിനൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇതിൽ റെഡിൻ്റെ അവിടെ പോസിറ്റീവ്, ഇത് ബ്ലാക്ക് നെഗറ്റീവുമാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഫാനും ബൾബ് എന്ത് കത്തിക്കുകയാണെങ്കിലും അതിൽ വയറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയാണ് കണക്ട് ചെയ്യുക. നമ്മളെ മെയിൻ കണക്ട് ചെയ്യുന്ന ഭാഗം ഇതാണ്. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പറയാം. നമ്മുടെ മെയിൻ കറണ്ട് വരുന്ന സിസ്റ്റം ഇവിടെയാണ്. ഈ കറണ്ട് വന്നിട്ട് ഇതിലേക്ക് കറണ്ട് വന്നിട്ട് എലിമിനേറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വീണ്ടും പറയുകയാണ്, കറണ്ട് വന്നിട്ട് കറണ്ടിനെ നമുക്ക് DC ആക്കി തരികയാണ്. AC കറണ്ടിനെ DC കറണ്ടിലേക്ക് മാറ്റിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, നമുക്ക് കറണ്ടിൽ നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഷോക്ക് അടിക്കലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും വയറിങ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, സാധാ നമ്മുടെ ബാറ്ററി, ചെറിയ ബാറ്ററി, അങ്ങനത്തെ ഒരു കട്ട ബാറ്ററിയൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ അത് വാങ്ങിയിട്ടും
നിങ്ങൾക്ക് ചെയ്യാം. മിനി മോട്ടർ വെച്ചിട്ട് ചെയ്യാം. മിനി മോട്ടറും ചെറിയ LED ബൾബും വെച്ചിട്ട് സിമ്പിളായിട്ട് വയറിങ് ചെയ്യാം. ഇതിൽ ഞാൻ വയറിങ്ങിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അത്യാവശ്യം 1.5 വയറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് കുട്ടികൾക്ക് ചെയ്ത് പഠിക്കണമെങ്കിൽ കടയിൽ നിന്നും സിമ്പിളായിട്ടുള്ള ഇതുപോലത്തെ ചെറിയ വയറുകൾ കിട്ടും. വയറിങ്ങിനെന്ന് പറഞ്ഞാൽ അവർ തരും. അപ്പോൾ ഇങ്ങനത്തെ മാത്രം ഉപയോഗിച്ചാൽ മതി. ഒരിക്കലും കറണ്ടിൽ വെച്ച് കളിക്കരുത്. അറിയാത്തവരൊരിക്കലും കറണ്ട് വെച്ച് കളിക്കരുത്, അപകടമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് വീണ്ടും വീണ്ടും പറയുകയാണ്. വീഡിയോ കാണുന്നവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്നത് വയർ ചെയ്യാനുള്ള ആ രീതി ഞാൻ ആദ്യം ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ നിൽക്കുന്നത് ഞാനത് അടുക്കി വെച്ചിട്ടുള്ളതാണ്. ഒരു സ്ട്രക്ചറാണ്. നമ്മളെ മെയിന് കറണ്ട് ഇവിടുന്ന് വരും, അഥവാ ബാറ്ററിയിലേക്ക് ആക്കിയിട്ടുള്ള കറണ്ട് വരും. ഇത് സ്വിച്ചാണ്. അതുപോലെ തന്നെ ഇത് ഫാന്, അതുപോലെ ഇത് ജംഗ്ഷൻ ബോക്സ്, ലൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു സ്ട്രക്ചറാണിത്. ഇങ്ങനെയാണ് വരിക. ഞാൻ അടുത്തത് വയറിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇനി ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വയർ സിപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ വയർ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഇതിൽ വി ഷേപ്പ് കാണുന്നില്ല, വി ഷേപ്പിൻ്റെ അവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. വയർ കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഗ്യാപ്പ് വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. 2 ഗ്യാപ്പുകളുണ്ട് ഇതിന്. അപ്പോൾ ആദ്യം നമ്മൾ വയർ കട്ട് ചെയ്യുക. അപ്പോൾ കട്ട് ചെയ്യണത് നമ്മൾ സ്ട്രോങ്ങിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതാണ് സംഭവിക്കുക. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പം നമ്മളെന്ത് ചെയ്യണം, മെല്ലെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് കിട്ടുക ജസ്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഉള്ളിലുള്ള ചെമ്പ് കമ്പി മിസ്സാവില്ല. മറ്റത് എന്താകും, കുറേ കട്ടായി പോകും. അപ്പോൾ ഇത് കട്ടാവാതെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പം അങ്ങനെ അടിപൊളിയായിട്ട് ഒരു കമ്പി പോലും മിസ്സാവാതെ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് വയറ് കട്ട് ചെയ്യുന്ന രൂപം. അത് കാണിച്ചു തന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ ഉപകരണത്തിലും, അഥവാ നമ്മൾ എന്താണോ ഉപയോഗിക്കുന്നത്, ലൈറ്റ്, ഫാന്, അതിൽ പിടിപ്പിക്കാൻ പോകുന്നതാണ് കാണിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്യാം എന്ന് നോക്കാം. ഞാനിവിടെ 3 കളറ് വയറെടുത്തിട്ടുണ്ട്. ഈ മഞ്ഞ കളറുള്ള, യെല്ലോ കളറുള്ളതാണ് ഞാൻ ന്യൂട്രലായിട്ട്, അഥവാ നമ്മളെ നെഗറ്റീവ് പോർഷൻ എന്ന് പറയും. കാരണം ന്യൂട്രലായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ AC കറണ്ടിൽ വയറിങ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ന്യൂട്രൽ പൊസിഷനായിട്ട് എടുക്കാറ്. അതിൻ്റെ ഞാനിവിടെ ഒരു 3 കളർ വയറെടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് നമുക്ക് വയറിങ് ചെയ്യുന്ന സമയത്ത് ഇത് ബൾബ്, ഫാന് അങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എളുപ്പവഴിക്ക് എടുത്തതാണ്. അപ്പോൾ ഞാൻ ഇതിൽ മഞ്ഞ വയർ കൊടുക്കുന്നത് ഇപ്പോൾ AC കറണ്ടിൽ നമ്മൾ ന്യൂട്രൽ ഫേസ് എന്നാണ് പറയുക. അതുപോലെ നമ്മൾ ബാറ്ററിയിൽ ചെയ്യുമ്പോൾ നെഗറ്റീവ്, പോസിറ്റീവ് സൈഡ് അങ്ങനെയാണ് പറയുക. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കറണ്ടിൽ എലിമിനേറ്റർ വെച്ചിട്ടാണ് നമ്മൾ കറണ്ടിൽ കുത്തിയിട്ട് എലിമിനേറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ബാറ്ററിയിൽ കൺവേർട്ട് ആക്കിയിട്ട് AC കറണ്ടിനെ DC കറണ്ടിലേക്ക് കൺവേർട്ട് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ബാറ്ററി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ എലിമിനേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിലേക്ക് കറണ്ട് വന്നിട്ട് ആ കറണ്ടിനെ നമുക്ക് ബാറ്ററി ആക്കിയിട്ട് ഇതിലൂടെ തരും. 6 വോൾട്ട് അല്ലെങ്കിൽ 12 വോൾട്ട് ആയിട്ട് തരുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ അതിനാണ് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് കട്ട ബാറ്ററിയോ അല്ലെങ്കിൽ ചെറിയ ബാറ്ററി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് DC കറണ്ട് ബാറ്ററി മുഖാന്തരം എങ്ങനെ വയറിങ് ചെയ്യാം എന്നാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത്. AC കറണ്ടിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ന്യൂട്രൽ ഫേസ് എന്നാണ് പറയുക. DCയിലാവുമ്പോൾ നമ്മളത് നെഗറ്റീവ്, പോസിറ്റീവ് സൈഡ് എന്ന് പറയും. അപ്പോൾ ഞാൻ അതിനിപ്പോൾ നെഗറ്റീവിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞ വയർ എടുത്തിട്ടുള്ളത്. അതാദ്യം ഞാനിവിടെ കണക്ട് ചെയ്യുന്നത് കാണിക്കുകയാണ്. ജംഗ്ഷൻ ബോക്സ് ആണിത്. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തു, ജംഗ്ഷൻ ബോക്സിലൂടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ നേരിട്ടിട്ട് കൊടുക്കുകയാണ്. കാരണം ഇവിടെ ഫാനുണ്ട്. ഈ ഫാനിലാണ് ആദ്യം ഞാൻ കണക്ട് ചെയ്യുന്നത്. ഫാനിൻ്റെ യെല്ലോ വയറിൽ തന്നെ ഞാൻ കൊടുക്കുക. ഫാനിന് പലതരം വയറുകളുണ്ടാവും, പക്ഷേ ഇതിൽ ഞാനിപ്പോൾ യെല്ലോ ഇനി മാറണ്ടെന്ന് കരുതിയിട്ട് ഇതിൽ തന്നെ കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുക്കുകയാണ്, കണക്ട് ചെയ്യാണ്. കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇൻസുലേഷനൊക്കെ ഉപയോഗിക്കണം. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. കാരണം ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ വയറ്
ഒരിക്കലും മറ്റുള്ള വയറിനായിട്ട് ടച്ച് ആവാതിരിക്കാൻ. ടച്ചായി കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു പ്രയാസമാണ്, ഷോർട്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ മോട്ടർ കത്തിപ്പോവും, അങ്ങനെയൊക്കെ ഉണ്ടാവും, ആകെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ജസ്റ്റ് ചെയ്ത്. അടുത്തതായിട്ട് നമ്മൾ LED കണക്ട് ചെയ്യാൻ പോകണം. LED നമ്മളിതാ ഇവിടെ ചെറിയ ഗ്യാപ്പ് ഉണ്ട്, വല്ലാതെ കട്ട് ചെയ്യുന്നില്ല. ഈ ഗ്യാപ്പിൽ ഞാൻ ഇതിൻ്റെ ഒരു സൈഡിൽ കണക്ട് ചെയ്യാണ്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ജസ്റ്റ് ഒന്നിങ്ങനെ പിരിച്ച് വെച്ചാൽ മതി. ഓക്കെ, കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഫാനിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ലൈറ്റിലും LED കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ രണ്ടിൻ്റെയും ന്യൂട്രൽ ഭാഗം, AC കറണ്ടിലേക്ക് പറയുമ്പോൾ ന്യൂട്രൽ ഭാഗം കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ DC അഥവാ ബാറ്ററിയുമായി ചെയ്യുമ്പോൾ നമ്മൾ നെഗറ്റീവ് ഭാഗം രണ്ട് മോട്ടറിൻ്റെ നെഗറ്റീവും അതുപോലെ LED നെഗറ്റീവിലും ഒരൊറ്റ വയറ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ആദ്യം ചെയ്തത്. ഇനി രണ്ടാമത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിൻ്റെ ഈ വയറാണ് ഫേസ് ആയിട്ട് വരുന്നത്. ഫേസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സൈഡ്. അതുപോലെ ഇതിൻ്റെ ഫേസ് ആയിട്ട് വരുന്നത് ഇതാണ്, പോസിറ്റീവ് സൈഡ് ഇതാണ്. അപ്പോൾ ഇതിലും ഒരു വയർ. അപ്പോൾ ഞാൻ രണ്ട് വ്യത്യസ്ത കളറുള്ള വയറാണ് കൊടുക്കുന്നത്. ഒന്നിന് ബ്ലാക്കും ഒന്നിന് റെഡുമാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് അടുത്ത് കാണിക്കാം. അടുത്ത ജംഗ്ഷൻ ബോക്സിലൂടെ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇതിനുള്ളിലൂടെ കടത്തി വിടുകയാണ്. ഇതൊരു സ്റ്റാൻഡേർഡ് രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ജസ്റ്റ് കൊടുത്താലും മതി. പക്ഷെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ജംഗ്ഷൻ ബോക്സിൽ കൊടുക്കുമ്പോൾ ഈ ഭാഗത്ത് പൈപ്പൊക്കെ വെച്ചാൽ അടിപൊളിയായിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ പൈപ്പ് നിലവിൽ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ വയറ് കാണിക്കുന്നത്. സാധാരണ പൈപ്പൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കൊടുത്തിട്ടിട്ടുണ്ട്. അടുത്തത് നമ്മൾ എന്ത് ചെയ്യുക, റെഡ് ഇതുപോലെ കൊടുക്കുകയാണ്. റെഡും നമ്മൾ ഈ ബോക്സിലൂടെ കയറ്റി ഇതാ ഇപ്പുറത്തെ സൈഡിലാണ് നമ്മൾ നേരത്തെ ഇടത് ഭാഗത്ത് വലത് ഭാഗത്ത് കയറ്റിയിട്ട് ഇതാ ഇവിടെ കൊടുന്ന് നിർത്തുകയാണ്. അപ്പോൾ രണ്ട് വയറിങ്ങിലും ഇപ്പോൾ വയറിങ്ങിൻ്റെ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കി ഫേസിൻ്റെ രണ്ട് വയർ ഇതാ താഴത്തോട്ടാണ് വന്നിട്ടുള്ളത്, ഇവിടെ വന്ന് അവസാനിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ സ്വിച്ച് ഘടിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ രണ്ട് ഫേസ് വയറാണ് ഇപ്പോൾ താഴത്തേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ AC കറണ്ടിൽ പറയുമ്പോൾ ഫേസ് എന്ന് പറയും, ബാറ്ററിയിൽ പറയുമ്പോൾ നമ്മൾ പോസിറ്റീവ് രണ്ട് വയർ. ഇപ്പോൾ ഫാനിൻ്റെ ഒരു വയറും ലൈറ്റിൻ്റെ ഒരു വയറുമാണ് വന്നിട്ടുള്ളത്, പോസിറ്റീവ് വയർ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഫാനിൻ്റെ അവിടെ പോസിറ്റീവ് വയർ കണക്റ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഫാനിൽ കണക്ട് ചെയ്യാൻ പോവുകയാണ്. പോസിറ്റീവ് സൈഡ് കണക്ട് ചെയ്യാൻ പോവാണ്. കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ കുത്തി ഇതാ ബ്ലഡ് വന്നിട്ടുണ്ട്. ഇതും കാണിച്ചു തരാണ്, കാരണം നമ്മൾ ഈ നേരത്തെ കമ്പികൾ പെട്ടെന്ന് കയ്യിൽ കയറി പോകാൻ ചാൻസ് ഉണ്ട്. കണ്ട, എനിക്ക് ബ്ലഡ് വന്നിട്ടുണ്ട്, അതും കാണിച്ചു തന്നതാണ്. ഇതിൽ കൂടെ നല്ല വേദനയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വേദനയാണ്. അപ്പോൾ അതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ വയറിങ്ങിൽ നിൽക്കാൻ പാടുള്ളൂ. കാരണം ഇതിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ഒരു വയർമാൻ സംബന്ധിച്ചിടത്തോളം നല്ല പ്രയാസമേറിയതാണ് അതൊക്കെ. ശ്രദ്ധിച്ച് കൈകാര്യം, എന്തൊരു വർക്കാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കൈ മുറിയും, ബ്ലഡ് വരും. ബ്ലഡ് ആയിട്ടുണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ അടുത്തതായിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇത് നമ്മൾ ടാപ്പ് ഒട്ടിക്കണം എന്നില്ല, കാരണം ഇൻസുലേഷൻ ഒട്ടിക്കണം എന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒട്ടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബെറ്ററാണ്. കാരണം എവിടെയെങ്കിലും നമ്മുടെ കമ്പികളോ അല്ലെങ്കിൽ വയറോ കാണുന്നതുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ടച്ചിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗവും പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും നമ്മൾ കണക്റ്റ് ആക്കിയിട്ടുണ്ട്. അഥവാ കറണ്ടിൽ പറയുമ്പോൾ ഈ ന്യൂട്രും ഫേസും കണക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ലൈറ്റിൽ കണക്ട് ചെയ്യാൻ പോകാം. ലൈറ്റിൽ നമ്മൾ ഒരു ഭാഗം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, രണ്ടാമത് ഭാഗം നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്. അത് നേരത്തെ കണക്ട് ചെയ്ത പോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാണ്. കണക്ട് ചെയ്തിട്ടുണ്ട്. ലൈറ്റായി ജംഗ്ഷൻ ബോക്സിൽ ലൈറ്റ് ഫേസ് വയറുകൾ രണ്ടെണ്ണം അഥവാ പോസിറ്റീവ് രണ്ട് വയറുകൾ വന്നിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ ഇതുവരെ റെഡിയായി. ഇനി അടുത്ത് നമ്മൾ ഇതിൽ സ്വിച്ച് കൊടുക്കാൻ പോവുകയാണ്, ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് സ്വിച്ചിൽ നമ്മൾ ഫേസ് അഥവാ പോസിറ്റീവ് വയർ പിടിപ്പിക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ നമ്മൾ ലൈറ്റിൻ്റെയാണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അത് ചെയ്യുന്നത് കാണിക്കാം. നമ്മളിവിടെ സ്ക്രൂ ഉണ്ടാവും, സ്ക്രൂ നല്ല മെല്ലെ ലൂസ് ചെയ്യാം. ഫേസ് എന്ന് പറയാൻ കാരണം നമ്മുടെ AC കറണ്ട് വീട്ടിലെ വയറിങ്ങിൻ്റെ ആണ് ഫേസ് എന്ന് പറയുന്നത്. നമ്മുടെ സാധാ ബാറ്ററി ഉപയോഗിച്ചിട്ടാകുമ്പോൾ നമ്മളത് ഫേസിന് പകരം ആയിട്ട് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, പോസിറ്റീവ് നെഗറ്റീവ്. ഇപ്പം സാധാരണ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, നമ്മുടെ വീടുകളിലൊക്കെ ക്ലോക്കിൽ കിട്ടുന്ന ചെറിയ ബാറ്ററി ഉണ്ടാവും. ആ ബാറ്ററിൻ്റെ മുകളിലുണ്ടാവും പ്ലസ് മൈനസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. പ്ലസ് എന്നാണ് പോസിറ്റീവ്, മൈനസ് നെഗറ്റീവ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ പോസിറ്റീവ് വയറാണ് നമ്മൾ സ്വിച്ചിൽ ഘടിപ്പിക്കുക. കാരണം മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിലൂടെയാണ് നമ്മുടെ കറണ്ട് അല്ലെങ്കിൽ ബാറ്ററിയുടെ എന്ത് ചാർജാണോ അത് ഇതുകൂടെ പാസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ സ്വിച്ച് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, അത് നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിയന്ത്രണ ഉപകരണം അഥവാ അങ്ങനെയൊക്കെ പറയാം നമുക്ക്. ഇത് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഓൺ ചെയ്യുക. അപ്പോൾ ഇത് ഓൺ ചെയ്യുമ്പോൾ ഓഫ് ചെയ്യുമ്പോൾ എന്താ സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിലൊരു മെറ്റലുണ്ട്. ആ മെറ്റൽ രണ്ടും കൂടി ഓൺ ചെയ്യുമ്പോൾ ജോയിൻ്റ് ആവും. ഈ ജോയിൻ്റ് ആവുന്ന സമയത്ത് ഇത് രണ്ടിലും നമ്മൾ വേറെ ഇവിടെ ഒന്ന് കൊടുക്കും, അതുപോലെ തന്നെ അടുത്ത വയർ ഇവിടെയാണ് കൊടുക്കുക. എന്നിട്ട് ഇതാണ് പുറത്തോട്ട് പോണ വയർ, ഇവിടെ നിന്ന് കണ്ട് അത് ഞാൻ കാണിച്ചു തരാം. ഇതാദ്യം നമ്മൾ ടൈറ്റ് ചെയ്യുകയാണ്, നന്നായിട്ട് ടൈറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത വയർ എടുക്കുകയാണ്. അടുത്ത വയർ നമ്മൾ ഇതുപോലെ തന്നെ ഫിറ്റ് ചെയ്യുകയാണ്. മീൻസ് നമ്മുടെ ഇതാ അടുത്ത സ്ക്രൂവിൻ്റെ ഉള്ളിലോട്ട് ഒരു ഹോളുണ്ട്, ഹോളൊക്കെ നിങ്ങൾ കാണാൻ കഴിയും. ആ ഉള്ളിലോട്ട് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടൈറ്റ് ചെയ്യാൻ പോകും. നന്നായിട്ട് ടൈറ്റ് ചെയ്യണം, ലൂസ് ഒരിക്കലും ആവരുത്. നന്നായിട്ട് ടൈറ്റ് ചെയ്യുന്ന വിധമാണ് ഇപ്പോൾ കാണുന്നത്. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ അത് ലൂസ് കണക്ഷൻ ആവും, ലൂസായിട്ട് മറ്റേ വയറിൽ ടച്ച് ആവും, അങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് എൻ്റെ സംഭവം. ഇത് നമ്മളെന്ത് ചെയ്യണം, ഞാനിപ്പോൾ തെർമോക്കോൾ ഉപയോഗിച്ചൊരു കട്ട് ചെയ്തിട്ട് ചെറിയ ഈ ബോക്സിന് കറക്റ്റായിട്ട് ഞാനൊരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രെയിമിലാണ് ഞാനത് വെക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം സ്വിച്ച് വെച്ചിട്ടാണ് ഫ്രെയിമിൽ സ്വിച്ച് ആദ്യം വെക്കണം. ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെയ്തതാണുള്ളൂ. അപ്പോൾ ഇതിൽ സിമ്പിളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്, അത് രണ്ടാമത്തെ സ്വിച്ചിലും കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ആദ്യം നമ്മൾ ഫ്രെയിമിൽ 2 സ്വിച്ചും ഘടിപ്പിക്കണം. ഇങ്ങനെ ഘടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫ്രെയിമിലാണ് വയറിങ് ചെയ്യുക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തേൽ ഞാൻ അത് കാണിച്ചു തരാം. ആദ്യത്തിൽ ഞാൻ സിമ്പിൾ വർക്കാണ് കാണിച്ചിരുന്നത്. നമ്മൾ സിമ്പിളായിട്ട് ഒരു സ്വിച്ച് മാത്രം വെച്ച് പ്രവർത്തിക്കുന്ന എന്തെങ്കിലും ഒരു ഉപകരണമാണെങ്കിൽ അതിനെ ഇങ്ങനെ ചെയ്താൽ മതി നമ്മൾ സിമ്പിളായിട്ട്. അപ്പോൾ 2 എണ്ണം വെച്ചിട്ടൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ഈ ബോർഡിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ബോർഡിൽ 2 സ്വിച്ചോ അല്ലെങ്കിൽ 3 സ്വിച്ചോ ഒക്കെ ഘടിപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ വയറിങ് ഇവിടെ ചെയ്യാൻ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഫാനിൻ്റെ വയറിങ്ങാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ അടുത്തത് കാണിച്ചു തരാം. അടുത്തതായിട്ട് നമ്മൾ ഫാനിനും ഇതേ രൂപത്തിൽ ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മൾ അതിൻ്റെ ഫേസ് അഥവാ പോസിറ്റീവ് സൈഡ് നമ്മൾ ഈ ടെർമിനുള്ളിലേക്ക്, ഈ സ്ക്രൂവിനുള്ളിലേക്ക് കയറ്റിയിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യാൻ പോവുകയാണ്. രണ്ടാമതായി നമ്മൾ അടുത്തൊരു റെഡ് വയർ എടുത്തിട്ട്, റെഡ് എടുക്കാൻ കാരണം മാറി പോകണ്ട എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അടുത്ത റെഡ് വയർ എടുത്തിട്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അടുത്തതായിട്ട് ഞാൻ സമയം കളയണ്ട എന്ന് കരുതിയിട്ടാണ് ഇതിൽ വയർ കൊടുത്തിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സമയം ഇങ്ങനെ കളയണ്ട, വേസ്റ്റ് കളയണ്ട, ആദ്യം ചെയ്ത ആ രീതിയിൽ തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് ഒന്ന് ഫാനിൻ്റെ സ്വിച്ചാണിത്, ഇത് നമ്മുടെ ബൾബിൻ്റെ സ്വിച്ചാണ്. രണ്ടും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായി ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരെ ചെയ്യേണ്ടത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഹോൾസിലൂടെ ഇടുക, വയർ പുറത്തേക്ക് ഇടുക. അപ്പോൾ ഈ ഹോൾസിലൂടെയാണ് പുറത്തേക്ക് ഞാൻ ഇടാൻ കരുതിയിട്ടുള്ളത്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും
ക്ലീനായിട്ട് ഇത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കറക്റ്റായിട്ട് ഇതിനുള്ളിൽ ഒതുങ്ങിയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അതും കൂടി കാണിച്ചു തരാം. ഈ 2 വയർ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് അത് കാണിച്ചു തരുന്നത്. നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഇപ്പോൾ ഈ ബോക്സിലേക്ക് വയർ കൊണ്ടുവരികയാണെങ്കിൽ ആദ്യം നമ്മൾ ഇതുപോലെ ഒരു ഹോൾസിലൂടെ, ഏതെങ്കിലും ഒരു ഹോൾസിലൂടെയാണ് ഇടേണ്ടത്. എന്നിട്ടാണ് ഇത് വയറിങ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതൊന്നുകൂടി കാണിച്ചു തരാം. ഈ സംഭവം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഫിനിഷിങ് കിട്ടില്ല. ഫിനിഷിങ് കിട്ടാത്ത കാരണം മറ്റൊന്നുമല്ല, ഇത് നമ്മളിങ്ങനെ അടച്ചു വെക്കുന്ന സമയത്ത് നമുക്ക് 2 വയർ പുറത്താണ്. അപ്പോൾ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്യരുത്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഞാനൊന്ന് റീഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിലിപ്പോൾ നമ്മൾ ആ വയർ 2 ഒഴിവാക്കിയിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഹോൾസിലൂടെ ഇടാൻ പോവുകയാണ്. പുറകു വശത്തെ ഈ ഹോൾസിലൂടെ നമ്മൾ എടുക്കാൻ പോവുകയാണ് പുറത്തോട്ട്. 2 വയറും അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് ഇത് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ നേരത്തെ കൊടുത്ത പോലെ തന്നെ ഇത് 2 കണക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒന്ന് കണക്റ്റ് ചെയ്തിട്ടുണ്ട്, രണ്ടാമതും കണക്റ്റ് ചെയ്യുകയാണ്. ഞാൻ കൂടുതൽ വീഡിയോ വലുതാവേണ്ടെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒന്ന് കണക്റ്റ് ചെയ്തിട്ട് രണ്ടാമതും മാത്രം കാണിക്കുന്നത്. ഇത് 2 സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത്, ഇത് 2 സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതിൽ ഒരു കാര്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ടതായിരുന്നു, ന്യൂട്രൽ അഥവാ നമ്മുടെ നെഗറ്റീവ്. ആ വയർ നമ്മൾ ഇവിടെ ആദ്യം ഈ ഫാനിനും അതുപോലെ തന്നെ ഞാൻ ബൾബൊന്ന് മാറ്റിയിട്ടുണ്ട്. ബൾബ് ഞാൻ വേറൊരു മോഡലാക്കിയിട്ടുണ്ട്. കാരണം നേരത്തെ ഉള്ള LED ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്തോ ഒരു ടെസ്റ്റ് ചെയ്തപ്പോൾ കത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലൊരു ഇത് മൊത്തത്തിൽ കത്തുന്ന രീതിയിലൊരു വെറൈറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നേരത്തെ ആദ്യം കാണിച്ച വീഡിയോയിൽ കുറച്ച് മുമ്പ് കാണിച്ചിരുന്ന LED അല്ല ഇപ്പോൾ ഉള്ളത്, ചെറിയ LED ആണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് കരുതണ്ട, ഞാൻ LED കത്തിച്ച് നോക്കിയപ്പോൾ ചെറിയൊരു പ്രയാസം കണ്ടു. അതുകൊണ്ടാണ് ഞാൻ മാറ്റിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് വെച്ചിട്ടുള്ളത് പുതിയതായിട്ട്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിതിൽ ആദ്യം 2 വയർ ഇടാൻ കാരണം ഇപ്പോൾ ആദ്യം പഠിക്കുന്നവർക്കാണെങ്കിൽ ചെറിയൊരു പ്രയാസം വരണ്ട എന്ന് കരുതിയിട്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂട്രൽ അഥവാ മഞ്ഞ വയർ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂട്രൽ അഥവാ നമ്മുടെ ബാറ്ററിയിലാണെങ്കിൽ നെഗറ്റീവ് വയർ എന്ന് പറയും. അപ്പോൾ നെഗറ്റീവ് എന്ന വയറിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒന്നിൽ ഫാനിൽ പോയതോ അല്ലെങ്കിൽ നമ്മൾക്ക് ബൾബിലോട്ട് പോയതോ ഏതെങ്കിലും ഒരു വയറിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു മഞ്ഞ വയർ ഇത് നമ്മൾ നേരെ മെയിൻ ഭാഗത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് നേരെ നമ്മൾ ഒരൊറ്റ വയറായിട്ടാണ് എടുക്കുക. എത്ര ഉപകരണം ഉണ്ടെങ്കിലും അതിലൊക്കെ നമ്മൾ ന്യൂട്രൽ ഒരൊറ്റ വയർ, ന്യൂട്രൽ അഥവാ നെഗറ്റീവ്, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പ്ലസ്, ഫേസ് നമ്മൾ സ്വിച്ചിലാണ് ഘടിപ്പിക്കുക എന്ന് പറഞ്ഞല്ലോ. ഫേസും ന്യൂട്രൽ ഉണ്ടെങ്കിലാണ് നമ്മുടെ ഉപകരണങ്ങൾ പ്രവർത്തിക്കുള്ളൂ. അതുപോലെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ബാറ്ററി വെച്ച് ചെയ്യുമ്പോൾ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ വയർ ഞാൻ ഈ ജംഗ്ഷൻ ബോക്സിൽ കൂടെ പുറത്തേക്ക് എടുക്കുകയാണ്. അതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ ബൾബിൻ്റെ ഭാഗത്താണ്. കാരണം ബൾബിൻ്റെ ആ ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ ബൾബിൻ്റെ ഈ ഒരു എൻഡ്, ഇതിൻ്റെ മറ്റൊരു എൻഡ് എന്ന് പറഞ്ഞാൽ ഫാനിലാണ്. അപ്പോൾ ഇതിന് 2നും കൂടി നമ്മൾ ഒറ്റ ന്യൂട്രൽ വയറാണ് കൊടുക്കുന്നത് അഥവാ നെഗറ്റീവ്. അപ്പോൾ അതാണ് ഇനി ജോയിൻറ്റ് ചെയ്യാൻ കാണിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ വയർ സ്ലിപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് ജോയിൻ്റ് അടിക്കുകയാണ്. ജോയിൻ്റ് അടിക്കുമ്പോൾ ഞാനിത് ഒരു കട്ടി കൂടുതലുള്ള വയറായിട്ട് എങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ കൈമ മുറിയാവാത്ത രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം കൊടുത്ത അതിൽ തന്നെ എന്ത് ചെയ്യുക, ഇതിൻ്റെ വയറ് കണക്റ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ബൾബിന്. അപ്പോൾ അതിൻ്റെ ആ ഒരു പോർഷനിൽ നമ്മൾ കണക്റ്റ് ചെയ്യുകയാണ്. നേരത്തെ കാണിച്ച ബൾബ് എല്ലാം പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ചെറിയൊരു സാങ്കേതിക കാരണത്താൽ അത് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു ബൾബിൻ്റെ പൊസിഷനിലാണ് കൊടുത്തിട്ടുള്ളത്, ന്യൂട്രൽ പൊസിഷനിലായിട്ട് അഥവാ നെഗറ്റീവ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഇത് കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത്
ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് ബൾബിലോ അല്ലെങ്കിൽ ഫാനിലോ എവിടെയും കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ന്യൂട്രൽ പൊസിഷനിലാണ് കൊടുക്കേണ്ടത്. ന്യൂട്രൽ പൊസിഷൻ നമ്മൾ നേരെ എന്ത് ചെയ്യാം, ജംഗ്ഷൻ ബോക്സ് വഴി താഴോട്ട്. അപ്പോൾ താഴെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഫേസ് വയർ വന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഒരു ന്യൂട്രൽ വയറും കൂടെ, അപ്പോൾ 3 വയർ. അപ്പോൾ 2 ഫേസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഫാനിലോട്ടും ഒന്ന് ബൾബിലോട്ടും, പിന്നെ ഒന്ന് ന്യൂട്രൽ വയറാണ്. അപ്പോൾ ന്യൂട്രൽ നമ്മൾ നേരെ എന്ത് ചെയ്യും, ഇപ്പോൾ ഇതിലാണ് നമ്മൾ ഘടിപ്പിക്കുന്നതെങ്കിൽ ന്യൂട്രൽ നമ്മൾ നെഗറ്റീവിലാണ് കൊടുക്കുക. ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവും. ഇത് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ AC കറണ്ടിൽ ഫേസാണ്, അഥവാ DC അഥവാ ബാറ്ററിയിലാവുമ്പോൾ നമ്മളത് പോസിറ്റീവ് ആവും. അതുപോലെ AC കറണ്ടിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് ബാറ്ററിയിലാണ് നമ്മൾ നെഗറ്റീവ് എന്ന് പറയാം. AC കറണ്ടിലാവുമ്പോൾ ന്യൂട്രൽ എന്ന് പറയാം. അപ്പോൾ ന്യൂട്രൽ ഇതിലാണ് കൊടുക്കുക. നമ്മൾ മഞ്ഞ വയർ, ഈ ന്യൂട്രലിൻ്റെ മെയിനായിട്ട് രണ്ടിനും കൂടി ഒരു വയറാണ് ന്യൂട്രൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യാം, ന്യൂട്രൽ ആയിട്ട് ഞാൻ അങ്ങനെയും ക്ലിയറായിട്ട് പറയുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ, ചെറിയ കുട്ടികൾ ഒരിക്കലും ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ പാടുള്ളൂ. ഇത് ബാറ്ററിയാണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യേണ്ടത്, ഒരിക്കലും കറണ്ട് ഉപയോഗിച്ച് ചെയ്യരുത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ പോകണം. ഇതാണ് നമ്മുടെ മെയിൻ ട്രാൻസ്ഫോമർ എന്ന രീതിയിൽ സങ്കല്പിക്കുക. ട്രാൻസ്ഫോമർ എന്നല്ല, അല്ലെങ്കിൽ വീട്ടിലത്തെ DB ബോർഡ്, നമ്മൾ മെയിൻ ബോർഡ് ഉണ്ടല്ലോ, മെയിൻ സ്വിച്ചുകളിലെ ആ ഭാഗത്തുള്ള മെയിൻ ബോർഡാണെന്ന് സങ്കല്പിച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ജംഗ്ഷൻ ബോക്സ് ക്ലോസ് ചെയ്യാണ്. എങ്ങനെ നമ്മൾ ജസ്റ്റ് ക്ലോസ് ചെയ്യാം. അതിൻ്റെ ഒരു സ്ക്രൂ വെച്ചിട്ട് നമ്മൾ അത് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ക്ലോസ് ഇനി ആവശ്യാനുസരണം നമുക്ക് എന്തെങ്കിലും ഈ വയറിങ് അഡീഷണലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിത് തുറന്നിട്ട് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് നമുക്ക് പുതിയ കണക്ഷനൊക്കെ ഇതിലൂടെ വയറൊക്കെ ഇട്ടിട്ട് നമുക്ക് കണക്ഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ നിലവിൽ ഇത് ക്ലോസ് ചെയ്യാണ്. ജംഗ്ഷൻ ബോക്സ് എന്നാണ് പറയാം. നമ്മൾ എല്ലാതും കൂടി ജംഗ്ഷനായിട്ട് വരുന്ന അതിനുള്ളിൽ തുറന്ന് നോക്കി നമുക്ക് എവിടേക്കാണ് വയർ പോയിരുന്നത് കറക്റ്റായിട്ട് കാണാൻ കഴിയും. ഇപ്പം നമ്മളെ വയർ ഒന്ന് ഫാനിലോട്ടുള്ള വയർ പോസിറ്റീവ് പോസിറ്റീവ് വയർ, അഥവാ രണ്ടാമതായിട്ട് യെല്ലോ നമ്മൾ ന്യൂട്രലായിട്ട് അഥവാ നെഗറ്റീവ് വയർ പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവ്. മൂന്നാമതായിട്ട് നമ്മൾ ലൈറ്റിലേക്കുള്ള പോസിറ്റീവ് വയർ അഥവാ ഫേസ് വയർ. നമ്മുടെ വീട്ടിലത്തെ കറണ്ടുമായിട്ട് AC കറണ്ടുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഫേസാണ്, 2 ഫേസും ഒരു ന്യൂട്രലും. ബാറ്ററിയിലാവുമ്പോൾ നമ്മൾ ഒരു നെഗറ്റീവ് വയറും മഞ്ഞ നെഗറ്റീവാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, പിന്നെ 2 പോസിറ്റീവ്, ബ്ലാക്കും ഒരു റെഡും. ഓക്കെ, അത് നമ്മൾ നേരെ ഇതിലോട്ട് സ്വിച്ചിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. 3 വയർ സ്വിച്ചിൻ്റെ ഉള്ളിലോട്ട് കവർ ചെയ്തിട്ടുണ്ട്. അത് പുറത്തോട്ട് 3 വയർ വന്നിട്ടുണ്ട്. ഉള്ളിൽ കയറിയിട്ടാണ് വന്നിട്ടുള്ളത്, കണ്ട ഉള്ളിലൂടെ കയറി ഇറങ്ങിയിട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. ഇനി നമ്മളിതിൽ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലോട്ട് കണക്ട് ചെയ്യുകയാണ്. അതിന് എലിമിനേറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുകയാണ്. ഈ കണക്ട് ചെയ്യുന്ന സമയത്ത് എലിമിനേറ്റർ ഒരിക്കലും ഓൺ ചെയ്യരുത്. ഓൺ ചെയ്ത കറണ്ട് ചെറുതായിട്ട് ഒരു എർത്ത് രീതിയിൽ നമുക്ക് ഒരു ചെറിയ പ്രയാസം നേരിടും. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പോവാണ്. ഇതിൽ കണക്ട് ചെയ്തു, ഒരു വയർ കണക്ട് ചെയ്തു. രണ്ടാമതായിട്ട് നമ്മൾ ഇതും നമ്മുടെ ഇതൊന്ന് ഫാനും ഒന്ന് ലൈറ്റുമാണ്. അപ്പോൾ രണ്ടും നമുക്ക് ഇതിൽ തന്നെ കണക്ട് ചെയ്യാം. കാരണം ഇത് രണ്ടും പോസിറ്റീവാണ്, അതുപോലെ ഇത് നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് ഈ ബ്ലാക്കിലും പോസിറ്റീവ് 2 വയറും ഇതിൽ, കാരണം മാറി കൊടുക്കരുത്. നമുക്ക് മെയിനായിട്ട് കറണ്ട് കിട്ടേണ്ടത് AC ആണെങ്കിലും DC ആണെങ്കിലും, DC എന്ന് പറഞ്ഞാൽ നമ്മൾ ബാറ്ററിയിൽ നിന്ന് വരുന്നത്, AC ആണെങ്കിൽ നമ്മളിപ്പോൾ ബാറ്ററിയാണ് ചെയ്യുന്നത്, ബാറ്ററി കറണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാറ്ററിയുമായിട്ട് പറയാം. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ബാറ്ററിയുടെ പോസിറ്റീവ് ഭാഗത്താണ് രണ്ടും കൂടി ജോയിൻറ്റ് ചെയ്യേണ്ടത്. ഈ 2 വയറും നമ്മൾ പോസിറ്റീവ് ഭാഗത്താണ് ജോയിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും പോസിറ്റീവ് ഭാഗം ജോയിൻറ്റ് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ വെച്ചാലും മതി. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. അടുത്തത് നെഗറ്റീവ്. അത് നമ്മൾ വയർ സ്ലിപ്പർ ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്, കാരണം ഇതിൽ വയർ കാണുന്നില്ല. ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മളിതിലേക്ക് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഇപ്പം നമ്മുടെ സർക്യൂട്ട് കറക്റ്റായി.
ഫാനും ഒക്കെയാണ്. ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചർ കാണുന്നത് നമ്മുടെ ഫാനുണ്ട്, ജംഗ്ഷൻ ബോക്സ് ഉണ്ട്, ബൾബുണ്ട്, 2 സ്വിച്ച് ഉണ്ട്, നമ്മുടെ എലിമിനേറ്റർ ഉണ്ട്. അഥവാ കറണ്ട് കൊടുത്തിട്ട് DC എന്ന് പറഞ്ഞാൽ നമ്മൾ ബാറ്ററി കറണ്ട് ആയിട്ട് വരുന്ന എലിമിനേറ്റർ ഉണ്ട്. നമുക്കിത് ട്രാൻസ്ഫോമർ ആയിട്ടോ അല്ലെങ്കിൽ DB ബോർഡായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബാറ്ററി സാധാ സിമ്പിൾ ബാറ്ററി ആയിട്ടൊക്കെ ഉദാഹരണം ചെയ്യാം. ഇത് നിങ്ങൾ കൊടുക്കുമ്പോൾ ബാറ്ററി വെച്ചിട്ടാണ് ഈ ഭാഗത്ത് കട്ട ബാറ്ററി ഇത്ര പോകുന്ന ചെറിയൊരു കട്ട ബാറ്ററിയാണ് വരിക, അല്ലെങ്കിൽ ക്ലോക്കിലിടുന്ന ചെറിയ ബാറ്ററി. അപ്പം ചെറിയ മിനി മോട്ടറാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ചെറിയ മിനി മോട്ടർ LED ബൾബൊക്കെയാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് വർക്കിംഗ് നോക്കാം. അടുത്തായിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ആദ്യം ഒന്ന് ഫാൻ ഇട്ട് നോക്കാം. അതാണ് ഫാനിൻ്റെ ബട്ടണ്. ഓക്കെ, അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി നോക്കാം. ഓക്കെ, സെറ്റാണ്. അടുത്തതായിട്ട് നമ്മൾ ഇനി ഈ ലൈറ്റാണ് കത്തിക്കേണ്ടത്, ഈ ബൾബാണ് കത്തിക്കേണ്ടത്. അപ്പോൾ ഒന്ന് നോക്കാം നമുക്ക്. സിമ്പിളാണ്, നല്ല രീതിയിൽ കത്തിയിട്ടുണ്ട് ബൾബ്, കണ്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് വഴി ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.